Hi, Thesnim's flavors like എല്ലാവർക്കും സ്വാഗതം. കുറേ കാലമായില്ലേ കണ്ടിട്ട്. ഞാൻ കുറച്ച് ഹെൽത്ത് പ്രോബ്ലം അങ്ങനെ ഓരോ കാരണം കൊണ്ട് അങ്ങനെ നീണ്ടുപോയതാണ്. ഇനി ഞാൻ റെഗുലറായിട്ട് വരാൻ നോക്കാം കേട്ടോ. ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ എന്താ പറയുക യൂട്യൂബിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ മെസ്സഞ്ചറിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെയാണ് കാണാത്തത് എന്താണെന്നുള്ളത്. എല്ലാവരോടും നന്ദിയുണ്ട്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ യൂത്തിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ടീനേജേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ഗാർലിക് ബ്രെഡ്. എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താ പറയുക, വളരെ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ഓൺലൈൻ ക്ലാസ് അത് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് എപ്പോഴും ഡെയിലി നടക്കുന്നുണ്ട്. മൈക്രോവേവ് കുക്കറി ക്ലാസ് നടക്കുന്നുണ്ട്. അതുപോലെ ബേക്കിംഗ് ക്ലാസ്സസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേക്കിംഗ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. ഇനി ചോക്ലേറ്റ് ക്ലാസ്സസ്, ചോക്ലേറ്റ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ചോക്ലേറ്റ് ക്ലാസ്സസും അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ നിങ്ങളാണ് നിങ്ങളുടെ ഓണിലാണ് കുക്ക് ചെയ്യുന്നത്. ഒരു സമയം ഒരാൾക്ക് മാത്രമേ ക്ലാസ് എടുക്കുന്നുള്ളൂ. കുറേ പേര് ഇരുത്തിയിട്ട് ക്ലാസ് എടുത്തിട്ട് ശരിയാവില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓവണിലാണ് ചെയ്യണത്, ഞാനല്ല കുക്ക് ചെയ്യണത്. കുറേ പേര് അതിനെപ്പറ്റി ഒരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ക്ലിയർ ചെയ്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗാർലിക് ബ്രെഡിലേക്ക് പോകാം. നല്ല സോഫ്റ്റ് ബ്രെഡാണ്. നമ്മൾ ഉള്ളിലും പുറത്തും ഒക്കെ ഒരു മസാലയൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസൊക്കെ മെൽട്ടായിട്ട് നിൽക്കുന്ന നല്ലൊരു റെസിപ്പിയാണ്. നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ എഡ്ജസ് നന്നായിട്ട് സീൽ ചെയ്യണം. ഞാനത് പ്രത്യേകം ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നന്നായിട്ട് സീൽ ചെയ്യണം. പിന്നെ അത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കുമ്പോൾ ആ പാനിൽ ചിലപ്പോൾ കുറച്ച് ബട്ടറൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ബട്ടർ ഇതിലേക്ക് തന്നെ ഒന്നിങ്ങനെ ചെരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബട്ടർ ബ്രെഡിലേക്ക് തന്നെ പിടിച്ചോളും. കാരണം ബ്രെഡ് നല്ല ചൂടിലുണ്ടാവും. അപ്പോൾ അതിലേക്ക് തന്നെ കയറിക്കോളും. അത് നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന സമയത്ത് നല്ല സൈഡിൽ കൂടെയൊക്കെ ബട്ടർ കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോഴേക്കും അതെല്ലാം അത് ബ്രെഡ് അബ്സോർവ് ചെയ്തിട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ബ്രെഡ് പോലെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എലൈറ്റിൻ്റെ മൈദയാണ് എടുക്കാറുള്ളത്. 1 കപ്പ് മൈദ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, ഇളം ചൂടുവെള്ളമാണ് അത് വയ്ക്കുക. ഒരു 1/3 കപ്പാണ്. നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊരു നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെയല്ല കേട്ടോ, കുറച്ചൊരു ലൂസായിട്ട് ഉണ്ടാവുക. കയ്യിൽ കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. മുകളിൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഇത്തിരി എണ്ണ കൊടുക്കാം. നമുക്കത് കവർ ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് പൊങ്ങി വരണം, അതിന് വേണ്ടിയിട്ട് കവർ. ഇതൊരു 1.5-2 മണിക്കൂർ മാവ് നന്നായി പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റഫ് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ, 1.5 ടേബിൾ സ്പൂൺ വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക്, വെളുത്തുള്ളി ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ നിറയെ ചെറുതാക്കി മുറിച്ച് മല്ലിയില, ഉപ്പ് ഒരു നുള്ളു ഉപ്പ് മതി. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല, അത് അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
കുറച്ച് മൈദ തൂവ്. 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ഡബിൾ ക്വാണ്ടിറ്റിയിൽ ആയിട്ടുണ്ട്. ഇത് ഒന്നും കൂടെ കുഴയ്ക്കാം. ഇതുപോലെ പരത്തി വയ്ക്കാം. ഇനി ഒരു പാൻ ഞാൻ കുറച്ച് ബട്ടർ തേച്ചിട്ടുണ്ട്, അതിലേക്ക് ഇത് മാറ്റാം. ഈ മിക്സ് നമുക്കിതിൽ സ്പ്രെഡ് ചെയ്യാം. ഈ സൈഡ് കുറച്ചിങ്ങനെ വിട്ടിട്ട് നടുവിൽ മാത്രമായിട്ടാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. അര കപ്പ് ചീസ്, മൊസറല്ല ചീസും ചെഡാർ ചീസും കൂടെ ഒന്നിച്ചെടുത്തതാണ്. നമുക്ക് ഒരു സൈഡിലായിട്ട് ഈ കുറച്ച് ക്രഷ്ഡ് ചില്ലി, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അങ്ങ് ഇട്ടേക്കും. കുറച്ച് പാപ്രിക്ക പൗഡറും കൂടെ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട്. ഇതൊന്നും പുറത്ത് പോകുന്നില്ല, നമ്മൾ ഈ ബട്ടർ തേച്ച് അവിടെ മാത്രമേ ഇതെല്ലാം ഇടേണ്ടുള്ളൂ. കുറച്ച് ഒറിഗാനോ ചീസിൻ്റെ മുകളിലിടുന്ന ചീസും ഒറിഗാനോ കൂടെ ഒന്നിച്ച് മെൽട്ടായിട്ട് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇതും അധികം ഇഷ്ടമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ചീസും ഒറിഗാനോ കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ്. ഇനി പാപ്രിക്ക പൗഡറാണ്, കുറച്ച് സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ സൈഡ് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇത് തുറന്ന് വരരുത്, അവിടെ നന്നായിട്ട് ഒട്ടിച്ചിരിക്കാൻ. കുറച്ച് ഞാനിവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 1/4 ഭാഗം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ പുറത്തും നല്ല ഒരു കളറും ആ ഒരു ഫ്ലേവറും എല്ലാം വരികയും ചെയ്യും. ഉള്ളിൽ മാത്രമല്ല, അല്ലെങ്കിൽ ബ്രെഡ് അങ്ങ് പ്ലെയിൻ ആയി പോകും, ഉള്ളിൽ വേറൊരു ഫ്ലേവർ വരും. പുറത്തുനിന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മാത്രമേ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തും ഉള്ളിലും ഒരേപോലെ ആ ഫ്ലേവർ വരും. നേരത്തെ ചെയ്ത പോലെ ക്രഷ്ഡ് ചില്ലി, പാപ്രിക്ക പൗഡർ,
ഒറിഗാനോ. നമുക്കിത് ജസ്റ്റ് കത്തി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. വലിയ താഴത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് നമുക്കിനി 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ 20 മിനിറ്റിൽ തന്നെ ആവാറുണ്ട് സാധാരണ. ഇനി ഏതെങ്കിലും ഓവനിൽ ടെമ്പറേച്ചർ കുറവുണ്ടെങ്കിൽ 25 മിനിറ്റ് കൊടുത്താൽ മതിയാവും. 20 അല്ലെങ്കിൽ 25, 200 ഡിഗ്രി ടെമ്പറേച്ചർ. ഞാൻ 20 മിനിറ്റ്സാണ് ഇത് ബേക്ക് ചെയ്തത്. നമുക്കിതിനി കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ നേരത്തെ വരച്ച് വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്നാണ് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ചീസൊക്കെ നല്ല മെൽട്ടായിട്ട് നിൽക്കുകയാണ്. ബണ്ണാണെങ്കിൽ നല്ല സോഫ്റ്റ് ബണ്ണാണ്. നമ്മൾ ഉള്ളിലും പുറത്തും ഫ്ലേവേഴ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ചീസിൽ ഇതെല്ലാം അങ്ങ് മെൽട്ടായിട്ട് മസാലയെല്ലാം പിടിച്ച് നിൽക്കുകയാണ്. കണ്ടല്ലോ, ഗാർലിക് ബ്രെഡ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഡിന്നറിന്, ഈവനിങ് സ്നാക്കായിട്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീനേജേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും. അതുപോലെ ഇപ്പോൾ കുറേ കുട്ടികൾ എന്താ പറയുക വീട്ടിൽ സെയിൽ ചെയ്യുന്നുണ്ട്. ബ്രൗണി ഉണ്ടാക്കിയിട്ട് പേസ്ട്രീസ് ഉണ്ടാക്കിയിട്ടൊക്കെ സെയിൽ ചെയ്യുന്നു. അപ്പോൾ അതിലേക്കും കൂടെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഗാർലിക് ബ്രെഡ്. ട്രൈ ചെയ്യണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. റെസിപ്പീസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയായിട്ട്